ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 23-24 തിരുവചനങ്ങൾ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പത്രോസ് ലീഹ ഈശോയോടൊപ്പം നടന്ന ഈ 2-3 വർഷക്കാലം പല നല്ല അനുഭവങ്ങളൊക്കെ സ്വന്തമാക്കി ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. എങ്കിൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ, കുരിശുകളെ ഉൾക്കൊള്ളുവാൻ തക്കവിധം പത്രോസിൻ്റെ മനസ്സ് ആ സമയത്ത് വളർന്നില്ലായിരുന്നു. യേശു തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന സഹനങ്ങളെയും കുരിശിനെയും കണ്ട വിധത്തിൽ യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പത്രോസിന് സാധിച്ചിരുന്നില്ല. പത്രോസ് ജീവിതത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകളും സഹനങ്ങളും അല്ലെങ്കിൽ യേശുവിൻ്റെ കുരിശുമരണമൊക്കെ അത് മാറി നിൽക്കണമെന്നാണ് ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അതാണ് പത്രോസ് ഈശോയുടെ അരികിൽ പങ്കുവയ്ക്കുന്നത്. സ്നേഹമുള്ളവരെ, സഹനവും കുരിശും ബുദ്ധിമുട്ടും മാറി നിൽക്കാൻ വേണ്ടി പത്രോസ് ആഗ്രഹിച്ചു പറഞ്ഞപ്പോൾ, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ യേശു പത്രോസിനെ ശാസിച്ചു. ശാസിക്കുക മാത്രമല്ല, പിശാചേ, സാത്താനെ എന്നുകൂടെ വിളിച്ചു. കാരണം ദൈവത്തിൻ്റെ പദ്ധതി നിറവേറുമ്പോഴാണ് ഈ ലോകത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ ആരെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിര് നിൽക്കുമ്പോൾ അത് ഈശോയ്ക്ക് സഹിക്കാനാകുന്നില്ല, പിതാവിൻ്റെ ഇഷ്ടത്തിനെതിരെ നിൽക്കുമ്പോൾ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി നിറവേറുന്നതിന് തടസ്സം നിൽക്കുന്നു എന്ന് തോന്നിയപ്പോഴാണ് ഈശോ തൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ചത്. എന്നാൽ ഈ പത്രോസിൻ്റെ മനോഭാവവും ചിന്തകളും പിന്നീട് മാറുകയാണ്. യേശുവിൻ്റെ മരണശേഷം പലവിധത്തിലുള്ള ജീവിത അനുഭവങ്ങളിലൂടെയും ദൈവികമായ ഇടപെടലുകളിലൂടെയൊക്കെ കടന്നുപോയതിന് ശേഷം പത്രോസ് ആത്മീയമായിട്ട് ഒത്തിരി വളർന്നു. പത്രോസിന് മനസ്സിലായി, ജീവിതത്തിൽ ഈ സഹനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, യേശു അനുദിനം ചുമക്കണമെന്ന് ആവശ്യപ്പെട്ട കുരിശ്, അതിനൊക്കെ വലിയ ആഴമുണ്ട്, അർത്ഥമുണ്ട്, അതിൽ വലിയ ആനന്ദമുണ്ടെന്ന് പത്രോസ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് പത്രോസ് പിന്നീട് തടവറയിൽ കിടക്കുമ്പോൾ ആനന്ദിച്ചത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തെ പ്രതി അടികൾ കിട്ടിയപ്പോൾ പത്രോസ് സന്തോഷിച്ചത്. അതുകൊണ്ടാണ് പത്രോസ് കുരിശിൽ തറച്ചു കൊല്ലാൻ ശത്രുക്കൾ പരിശ്രമിക്കുമ്പോൾ പറഞ്ഞത്, എൻ്റെ ഗുരുനാഥൻ മരിച്ചതുപോലെ മരിക്കാനുള്ള യോഗ്യത എനിക്കില്ല, ശിരസ് താഴെയാക്കി എന്നെ കുരിശിൽ തറച്ചു കൊല്ലാൻ. അപ്പോൾ പത്രോസ് പിന്നീട് വളരുകയായിരുന്നു. ആത്മീയ ജീവിതത്തിൽ പത്രോസ് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ നല്ല രീതിയിൽ എടുക്കാനും അതിലൂടെ കടന്നു വരുന്ന ദൈവികമായ രക്ഷയും ദൈവികമായ ആനന്ദവും സന്തോഷവും സ്വന്തമാക്കുവാൻ പത്രോസ് അപ്പോഴേക്കും വളർന്നിരുന്നു. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തകർച്ചകളും രോഗങ്ങളും സഹനങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനോഭാവം പത്രോസിനുണ്ടായിരുന്നത് പോലെ തന്നെയുള്ള മനോഭാവമാണ്. ആദ്യഘട്ടത്തിൽ പത്രോസിനുണ്ടായിരുന്ന ആ മനോഭാവം, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം, ഇതെല്ലാം എൻ്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകണം, എൻ്റെ ജീവിതത്തിൽ കുരിശുകൾ വേണ്ട, എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ വേണ്ട, എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ വേണ്ട, എനിക്കെപ്പോഴും സന്തോഷം മാത്രം മതി, എനിക്കെപ്പോഴും അനുഗ്രഹം മാത്രം മതി എന്നൊരു ചിന്ത പത്രോസിന് ആദ്യകാലങ്ങളിൽ ഉണ്ടായതുപോലെ നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ പലരും അസ്വസ്ഥരാണ്. അവർ പ്രാർത്ഥിക്കുന്നതും അവർ യാചിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങൾ കിട്ടാത്തതുകൊണ്ടും, കുടുംബത്തിലെ പ്രയാസങ്ങൾ മാറാത്തതുകൊണ്ടും, രോഗങ്ങൾ മാറാത്തതുകൊണ്ടും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാത്തതുകൊണ്ടും പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം എന്നുവരെ ചിന്തിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ചിട്ട് എന്താ കാര്യം എന്നുവരെ ചിന്തിക്കുന്ന അനേകരുണ്ട്.
അപ്പോൾ ഇവിടെ ഈശോ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്, നമ്മൾ അനുദിന കുരിശും വഹിച്ചുകൊണ്ടാണ് യേശുവിനെ അനുഗമിക്കേണ്ടത്. അപ്പോഴാണ് രക്ഷയിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, സൗഖ്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുക. ഞാൻ ഒരിക്കൽ ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു കൊച്ചു കഥ, കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ അത് മനോഹരമായിട്ട് എനിക്ക് തോന്നി. ഒരു കൊച്ചുകുട്ടിയുടെ ഒരു സ്വപ്നത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ കൊച്ചുകുട്ടി നല്ല മിടുക്കനായിട്ടുള്ളൊരു കുട്ടിയാണ്. അവന് സ്കൂളിൽ പോകുന്നുണ്ട്, പഠിക്കാൻ നല്ല മിടുക്കനാണ്, എല്ലാ കാര്യങ്ങളിലും നല്ല സ്മാർട്ടാണ്. അമ്മയ്ക്കും അപ്പനും ആ കുട്ടിയെ വലിയ ഇഷ്ടമാണ്. അവൻ്റെ കുടുംബത്തിൽ നല്ല സമാധാനവും സന്തോഷമൊക്കെ ആയിട്ട് ആ കുട്ടി അങ്ങനെ പോവുകയാണ്. സ്കൂളിലും എല്ലാവർക്കും ഈ കുട്ടി ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി ഉറങ്ങാൻ കിടന്നപ്പോൾ, ആ കുട്ടി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ദൈവത്തിൻ്റെ ഒരു ദർശനം സ്വപ്നത്തിലുണ്ടായി. ദൈവം സ്വപ്നത്തിലെ കുട്ടിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആ കുട്ടിയോട് ദൈവം ചോദിച്ചു, മോനെ, നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ദൈവമാണ് ചോദിക്കുന്നത് കുട്ടിയോട്, മോനെ, നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പോൾ ഈ കുട്ടി ആ കുട്ടിയുടേതായിട്ടുള്ള മനോഭാവത്തിൽ, കുട്ടികളുടേതായ ചിന്തയിൽ ആ കുട്ടി ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങേക്കെല്ലാം സാധിക്കുമല്ലോ, അങ്ങേക്ക് എന്തും ചെയ്യാൻ സാധിക്കുമല്ലോ. അങ്ങ് ഈ ഭൂമിയിൽ നിന്ന് രാത്രി ഇല്ലാതാക്കണം, അങ്ങ് ഈ ഭൂമിയിൽ നിന്ന് രാത്രികളെ ഇല്ലാതാക്കണം. അപ്പോൾ ദൈവം ചോദിച്ചു, മോനെ, എന്തിനാണ് ഈ രാത്രി ഇല്ലാതാകുന്നത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇരുട്ടാകും, സന്ധ്യയാകുമ്പോൾ അമ്മ എന്നോട് പറയും കളി നിർത്തി വീട്ടിലേക്ക് വരാൻ. എനിക്ക് കൊതി തീരുവോളം കളിക്കാനുള്ള സമയം കിട്ടുന്നില്ല, അത് രാത്രിയാകുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ ദൈവം പറഞ്ഞു, നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. സ്വപ്നത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. അങ്ങനെ ദൈവം ആഗ്രഹം പോലെ, കുട്ടിയുടെ ആഗ്രഹം പോലെ ഈ രാത്രികളെ എടുത്തു മാറ്റി. അപ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിൽ, ആദ്യ ദിവസങ്ങളിൽ കുട്ടിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം പകൽ മാത്രമാണ്, വെളിച്ചമാണ് ഉള്ളത്. അപ്പോൾ ഇഷ്ടംപോലെ സമയം കളിക്കാനും അതോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് മടുത്തു തുടങ്ങി. കാരണം ഈ ദിവസങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുന്നു, രാത്രി ഇല്ലാത്തതുകൊണ്ട് ശനിയും ഞായറൊന്നും വരുന്നില്ല, സ്കൂളിൽ അവധി വരുന്നില്ല. അതോടൊപ്പം തന്നെ എപ്പോഴും ഈ വെളിച്ചം കണ്ട് തന്നെ കുട്ടിക്ക് മടുത്തു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രാത്രി ഇല്ലാത്തതുകൊണ്ട് ഈ ചൂടേറ്റ് ഈ എല്ലാ മൃഗങ്ങൾക്കും ക്ഷീണം, മനുഷ്യർക്കും തളർച്ച, അതോടൊപ്പം വൃക്ഷലതാദികളൊക്കെ വാടിത്തളരുന്നു. അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് ആകെ ബോറടിച്ചു തുടങ്ങി. അപ്പോൾ ഒരു ദിവസം കുട്ടി ഉറക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എനിക്ക് രാത്രി വേണം. അങ്ങനെ രാത്രി വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഈ കുട്ടി സ്വപ്നത്തിൽ നിന്ന് ഉണരുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് ആ കൊച്ചു കഥ. വാസ്തവത്തിൽ അതിലൊത്തിരിയേറെ ആഴങ്ങൾ, ആത്മീയതയുടെ ആഴങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്, ജീവിതം സുന്ദരമാകുന്നത്. ഈ പ്രപഞ്ചത്തിൽ തന്നെ പകലുള്ളതുപോലെ തന്നെ രാത്രിയും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത്. രാത്രിയിലാണ് മനുഷ്യർക്ക് നല്ല വിശ്രമം കിട്ടുന്നത്. രാത്രിയിലെ ഏകാന്തതയിലാണ് നമ്മൾ വീണ്ടും ശക്തിപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണമൊക്കെ മാറി വീണ്ടും ഒരു ഉണർവിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. പിന്നെ ആ രാത്രി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് ഒരു പകൽ വരുമ്പോൾ അതിനെന്ത് മനോഹാരിതയാണുള്ളത്. അതോടൊപ്പം പകൽ കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതും സന്ധ്യ കടന്നു വരുന്നതും അതെല്ലാം എത്ര മനോഹരമായ കാര്യങ്ങളാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിലും പ്രപഞ്ചത്തിലും രാത്രിയും പകലും ഇരുട്ടും വെളിച്ചവും ഉള്ളപ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്, പ്രപഞ്ചം മനോഹരമാകുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിലെ വലിയ സത്യവും. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല, ഒരു രോഗവുമില്ല, ഒരു തകർച്ചയുമില്ല. അങ്ങനെയുള്ള ജീവിതത്തേക്കാൾ ഇതെല്ലാം ഇടകലർന്ന ജീവിതത്തിനാണ് കൂടുതൽ അർത്ഥമുള്ളതും സന്തോഷമുള്ളതും സമാധാനം ലഭിക്കുന്നതും കൂടുതൽ നന്മകളിൽ വളരാൻ നമുക്ക് സാധിക്കുന്നതും കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കുന്നതും അപ്പോഴാണ്.
അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പഠിച്ചു. പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ, തകർച്ചകളും പ്രതിസന്ധികളൊക്കെയാണ് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനും കർത്താവിൻ്റെ ചട്ടങ്ങൾ പഠിക്കാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടവരുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ, 1 പത്രോസ് 1-ാം അധ്യായം 6-7 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിലാനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. അപ്പോൾ ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനം പറയുകയാണ്, അല്പകാലത്തേക്കുണ്ടാകുന്ന വിവിധ പരീക്ഷകൾ, അതിൽ നമ്മൾ വ്യസനിക്കേണ്ടി വന്നാലും നമ്മൾ സങ്കടപ്പെടരുത്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ പ്രപഞ്ചവും നമ്മുടെ ജീവിതം എല്ലാം സുന്ദരമാകുന്നത് രാത്രിയും പകലും ഉള്ളപ്പോഴാണ്, വെളിച്ചവും ഇരുട്ടും ഉള്ളപ്പോഴാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും. ആ ജീവിതത്തിലെ പലവിധത്തിലുള്ള അനുഭവങ്ങൾ ഇടകലർന്നു വരുമ്പോഴാണ് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ആനന്ദവും സൗഖ്യവും സമാധാനവും പ്രത്യാശയും ജീവിതത്തിൽ ഒരു പുതിയ ഉണർവും നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ചിന്തയിലൂടെ കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രി പോലെ ഇരുട്ടുപോലെ നമുക്ക് അനുഭവപ്പെടുന്ന ജീവിതാനുഭവങ്ങളിൽ മനസ്സ് തളരാതെ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവകൃപയിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് തുടർന്നുള്ള ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രിയുടെ അനുഭവങ്ങളിൽ നിരാശപ്പെടാതിരിക്കാം. ദൈവത്തിൻ്റെ കൃപ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവകുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് പങ്കുവയ്ക്കാനുള്ളതെല്ലാം ഈശോയുടെ അരികിൽ പങ്കുവയ്ക്കാം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവ് ദിവസങ്ങളിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സംരക്ഷണത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ മക്കൾക്ക് നൽകിയ വിജയങ്ങൾക്ക് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സാമ്പത്തിക മേഖലയിൽ ദൈവം ഇടപെടുന്നതിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
രോഗികളായിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ സ്പർശനത്തിനായി, സൗഖ്യസ്പർശനത്തിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ഈശോ തൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസിനെ പോലും സാത്താനെ എന്ന് വിളിക്കുന്ന നിമിഷം. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായിട്ട് ആര് നിൽക്കുമ്പോഴും അവരെ ഈശോ അപ്രകാരമാണ് കാണുന്നത്. കാരണം ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാകരുതെന്ന് ആഗ്രഹിക്കുന്നത് പിശാചാണ്. ഒരുപക്ഷെ പത്രോസിൻ്റെ ആദ്യ നാളുകളിൽ കർത്താവിൻ്റെ ജീവിതത്തിലെ സഹനവും കുരിശുകളുമെല്ലാം മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ സാധിച്ചില്ലായിരുന്നെങ്കിലും പിന്നീട് പത്രോസ് വളരുകയായിരുന്നു, ആത്മീയ ജീവിതത്തിൽ വളരുകയായിരുന്നു. പത്രോസിന് മനസ്സിലായി, ഈ കുരിശിലൂടെയാണ് ലോകത്തിന് രക്ഷ ലഭിച്ചത്. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെയാണ് ലോകം വീണ്ടെടുക്കപ്പെട്ടത്. ആ കുരിശ് യേശുവിനെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിലും ഉണ്ടാകും. അനുദിന ജീവിതത്തിൽ കുരിശും വഹിച്ച് തന്നെ അനുഗമിക്കാനാണ് ഈശോ ആവശ്യപ്പെട്ടത്. പത്രോസ് അതിൻ്റെ ആഴങ്ങളിലേക്ക് വളർന്നു. പിന്നീട് കുരിശിൽ തലകീഴായി മരിക്കുമ്പോൾ പത്രോസ് അതാണ് ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞത്, കുരിശില്ലാതെ കിരീടമില്ല, കുരിശ് രക്ഷയാണ്, ജീവിതത്തിലെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് എന്ന്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ രാത്രിയും പകലും ഉണ്ടാകുമ്പോഴാണ്, ഈ പ്രപഞ്ചത്തിൽ രാത്രിയും പകലും ഉണ്ടാകുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിന് ഒരു മനോഹാരിതയുള്ളത്. നമ്മുടെ ജീവിതങ്ങളിലും രാത്രിയുടെ അനുഭവങ്ങളും പകലിൻ്റെ അനുഭവങ്ങളും ദുഃഖത്തിൻ്റേതും അരക്ഷിതാവസ്ഥയുടെ അനുഭവങ്ങളും സന്തോഷത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നിറയുമ്പോഴാണ് ജീവിതം കൂടുതൽ സൗന്ദര്യമുള്ളതായി മാറുന്നത്. രാത്രി വേണ്ട എന്ന് നമ്മൾ ശഠിച്ചാൽ ആ പകലിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടു പോകും. സ്നേഹമുള്ളവർ, ദൈവം നമുക്കായിട്ടുള്ള ഒരുക്കിയിട്ടുള്ളതെല്ലാം സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും ദൈവകൃപയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ജീവിത അനുഭവങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിക്കാനുമുള്ള അഭിഷേകവും ശക്തിയും നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് ദൈവകൃപയ്ക്കായി പാടി പ്രാർത്ഥിക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഈശോയെ, എല്ലാ ബലഹീനതകളിലേക്ക് അങ്ങയുടെ ശക്തി, കൃപ അയക്കണമേ. ഞങ്ങൾക്ക് കൃപയാണ് ആവശ്യം. കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. ഓരോ രോഗികളെയും കൃപ കൊണ്ട് നിറയ്ക്കണമേ, സൗഖ്യം കൊണ്ട് നിറയ്ക്കണമേ ഈശോയെ. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ
കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയ്ക്ക് വേണ്ടി കൃപയാലേ യേശുവേ, കൃപയാലേ കൃപയാലനുദിനവും യേശുവേ, കൃപ കൊണ്ട് നിറയ്ക്കണം യേശുവേ. ഈ ആരാധന പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം, സുഖപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം, അനുഗ്രഹിക്കണം യേശുവേ. ആരാധന, മഹത്വം 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 ഈ ശക്തി, സൗഖ്യത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി യേശുവേ. ആരാധന ആരാധന ആരാധന, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ അനുഗ്രഹിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാം അനുഗ്രഹിക്കണം ഈശോയെ. ഈശോയെ ആരാധന ആരാധന ആരാധന, മഹത്വം 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 മഹത്വം. ദൈവകൃപ നിറയട്ടെ, ദൈവകൃപ നിറയട്ടെ, എല്ലാ ഭവനങ്ങളിലും ദൈവകൃപ നിറയട്ടെ, എല്ലാ ജീവിതങ്ങളിലും ദൈവകൃപ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. സ്നേഹമുള്ളവരെ, നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഈ പ്രപഞ്ചം അത് സുന്ദരമാകുന്നത് പകലുകളോടൊപ്പം രാത്രിയുമുള്ളപ്പോഴാണ്. അതെ, പകലിന് സൗന്ദര്യം ലഭിക്കുന്നത് രാത്രിയുള്ളപ്പോഴാണ്. സ്നേഹമുള്ളവർ, ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പലവിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിലൂടെയെല്ലാം ദൈവം നമ്മൾ ഒത്തിരിയേറെ ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒത്തിരിയേറെ നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആ പദ്ധതികൾ തിരിച്ചറിയാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും നമ്മുടെ ജീവിതത്തിലുള്ള ഇരുട്ടിൻ്റെ അനുഭവങ്ങളെ അത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാക്കി മാറ്റാനും ആത്മീയജീവിതത്തിൽ വളരാനുള്ള നിമിഷങ്ങളാക്കി മാറ്റാനും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാം പ്രാർത്ഥനാ നിയോഗങ്ങൾ ഒരിക്കൽ കൂടെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.